മസ്റ്റ് എന്നുള്ള മോഡൽ വെർബിനെ അധികമായിട്ട് പലരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. മറ്റുള്ള മോഡൽ വെർബ് പോലെ തന്നെയാണ് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം, യഥേഷ്ടം ഉപയോഗിക്കാം. സാഹചര്യം ധാരാളം ഉണ്ട് താനും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോഴതിനെ ഉപയോഗിച്ച് പരിശീലിക്കുക. മസ്റ്റ് എന്നുള്ളത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ് മസ്റ്റ് ഉപയോഗിക്കുക. അങ്ങനെയല്ല, അല്ലാതെ സാഹചര്യങ്ങളുണ്ട് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന വേറെ അവസരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ നോക്കാം. സാധാരണ ഉപയോഗിക്കുന്നത് മസ്റ്റ് എന്നുള്ളത് ഒരു നെസസിറ്റി പറയുമ്പോഴും ഒരു ഒബ്ലിഗേഷൻ പറയുമ്പോഴൊക്കെ നമുക്ക് മസ്റ്റിനെ ഉപയോഗിക്കാൻ പറ്റും. യു മസ്റ്റ് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. ഒരു നെസസിറ്റി പറയുകയാണ്, യു മസ്റ്റ് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. അവിടെ മസ്റ്റ് നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ഒബ്ലിഗേഷൻ പറയുകയാണെങ്കിലോ, യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ പാരൻസ്. യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ പാരൻസ്. പാരൻസിനെ, രക്ഷിതാക്കളെ, അച്ഛനമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സെർട്ടനിറ്റി, നിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്, ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിനും നമ്മൾക്ക് ധൈര്യമായിട്ട് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ദ സ്കൈ ഈസ് ഡാർക്ക്. ആകാശം ഇരുണ്ടതാണ്. ദ സ്കൈ ഈസ് ഡാർക്ക്, ഇറ്റ് മസ്റ്റ് ബി റെയിനിങ്. വേറൊരു അവസരം, ഇറ്റ് മസ്റ്റ് ബി റെയിനിങ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒരു സെർട്ടനിറ്റിയെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്രോഹിബിഷൻ, ഒരു പ്രോഹിബിറ്റഡ് ഏരിയ, അങ്ങനെയുള്ള കൺഫൈൻ സ്പേസ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് മസ്റ്റിനെ ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. യു മസ്റ്റ് നോട്ട് എൻ്റർ ദിസ് ഏരിയ, ഏരിയ ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ടു എൻ്റർ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ നിരോധിച്ചിരിക്കുന്ന പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോഴും നമ്മൾക്ക് മസ്റ്റിനെ പറയാൻ പറ്റും. യു മസ്റ്റ് നോട്ട് എൻ്റർ ദിസ് ഏരിയ. ഈ ഏരിയയിൽ നീ പ്രവേശിക്കരുത്, അത് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി 2-3 രീതിയിൽ നമുക്ക് മസ്റ്റിനെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യുക, സ്ട്രോങ് റെക്കമെൻഡേഷൻ. ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മസ്റ്റ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ പറയാറുണ്ട്, അവിടുത്തെ ആ കടയിലത്തെ ദോശ ഭയങ്കര അടിപൊളി, നല്ല ടേസ്റ്റുള്ളതാണ്, എക്സലൻ്റ് ആണ്, ഒന്നാം തരാണെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം ആ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനം വളരെ നല്ലതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനമാവാം, അതും എക്സലൻ്റ് ആണ്, സൂപ്പറാണ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ് മറ്റുള്ളവരോട്, നീ അതൊന്ന് പോയിട്ട് കഴിച്ച് നോക്കേണ്ടതാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യാണ്, സ്ട്രോങ് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം. യു മസ്റ്റ് ട്രൈ മസാല ദോശ അറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ്. യു മസ്റ്റ് ട്രൈ മസാല ദോശ അറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ്. നമ്മൾ പറയുകയാണ്, അവിടുത്തെ ദോശ നീ കഴിച്ച് നോക്കേണ്ടതാണ്, നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും നമ്മൾക്ക് മസ്റ്റിനെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് നെസസിറ്റി, രണ്ടാമത് ഒബ്ലിഗേഷൻ, പിന്നെ ഒരു സെർട്ടനിറ്റി, വേറെ പ്രൊഹിബിഷൻ, കൂടാതെ റെക്കമെൻഡേഷൻ എന്നീ സാഹചര്യങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ട് മസ്റ്റ് എന്നുള്ള മോഡൽ വെർബിനെ ഉപയോഗിക്കാം. സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് മസ്റ്റിനെ ഉപയോഗിച്ച് പരിശീലിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.